2020 നടന്ന 2 കൊലപാതകങ്ങൾ. അന്വേഷണത്തിൽ നിർണായകമായത് പ്രതി നിസ്സാരമായി തുപ്പിക്കളഞ്ഞ ഒരു ചൂയിംഗമാണ്. മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് ദമ്പതികളെ കൊലപ്പെടുത്തിയതിന് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 302 വകുപ്പ് പ്രകാരം ധനഞ്ജയ് യാദവ് എന്ന യുവാവിന് അഡീഷണൽ സെഷൻസ് ജഡ്ജി ഹേമന്ത് കുമാർ രഘുവൻഷി ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. പ്രതിക്കാകെ 33,000 രൂപ പിഴയും കോടതി ചുമത്തി. 2020 ഡിസംബർ 17 പുലർച്ചെയാണ് എയറോഡ്രോം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് ജ്യോതി പ്രസാദ് ശർമ്മയെയും ഭാര്യ നീലം ശർമ്മയെയും യാദവ് കൊലപ്പെടുത്തുന്നത്. പ്രായപൂർത്തിയാകാത്ത മകൾ യാദവുമായി പ്രണയത്തിലാകുന്നതിനെ ശർമ്മ ദമ്പതികൾ ശക്തമായി എതിർത്തിരുന്നുവെന്നും ഇതിനെ തുടർന്ന് പെൺകുട്ടിയും കാമുകനും ചേർന്ന് മാതാപിതാക്കളെ ഇല്ലാതാക്കാൻ ഗൂഢാലോചന നടത്തി കൃത്യം നടപ്പിലാക്കുകയായിരുന്നുവെന്നുമാണ് അന്വേഷണത്തിൽ തെളിഞ്ഞത്. കുറ്റകൃത്യത്തിന് ദൃക്സാക്ഷികളില്ലാത്തതിനാൽ പോലീസ് ശാസ്ത്രീയ അന്വേഷണത്തിലായിരുന്നു കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അന്വേഷണത്തിൽ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് പോലീസ് കണ്ടെത്തിയ ഒരു ചൂയിംഗമായിരുന്നു നിർണായകമായതും കേസിൽ വഴിത്തിരിവായതും. ചൂയിംഗത്തിൽ നിന്ന് ലഭിച്ച DNA സാമ്പിൾ യാദവിന്റെ DNAയുമായി പോലീസ് ഒത്തുനോക്കി. ഇരട്ട കൊലപാതകം നടന്ന സമയത്ത് യാദവ് സംഭവസ്ഥലത്തുണ്ടായിരുന്നുവെന്ന് DNA റിപ്പോർട്ടിലൂടെ വ്യക്തമായതോടെയാണ് യാദവ് കുടുങ്ങുന്നത്. പ്രോസിക്യൂഷൻ വകുപ്പിന് വേണ്ടി ഡെപ്യൂട്ടി ഡയറക്ടർ ആരതി ഭദോരിയാണ് കേസിൽ വാദിച്ചത്. 16-17 की दरमियानी रात की घटना है, 16-12-2020 की. इसमें ज्योति प्रसाद शर्मा जो कि SAF में चालक के पद पर आरक्षक थे, उनकी पत्नी की और उनकी हत्या की गई थी. पत्नी का नाम क्या था? पत्नी का नाम था नीलम शर्मा और उम्र 48-50 साल के दोनों के बीच में थी. इसमें मुख्य बात यह है कि एक बालिका जो मात्र 14 वर्ष 5 माह की थी, वो किसी मतलब वहाँ गली में एक लड़का घूमता था, वो भी उस समय 19-20 साल का था, उसके संपर्क में आ गई. चूँकि बालिका छोटी थी, माँ बाप ने कहा पढ़ो लिखो, सेंट्रल स्कूल में लड़की पढ़ती थी, तो उसको रोका. इससे लड़का बहुत ज़्यादा नाराज़ हो गया. उसने लड़की को अपने पक्ष में मिलाया और उसके दिमाग को इतना खराब किया, उसकी मानसिकता को दूषित किया कि वो उसके षड्यंत्र में बातों में आ गई और शामिल हो गई. और उसने उसको लड़के को स्पेस दिया. रात को 4:50 पे 16-17 की दरमियानी रात को लड़का घर में आया. ये 2020 की 16-12-2020 तेज सर्दियों की बात है. लड़का घर में आया और उसने संतूर से और हंसी से लड़की के माता पिता की हत्या कर दी. ഈ കേസിൽ ദൃക്സാക്ഷികളില്ലാത്ത സാഹചര്യത്തിൽ ഇരട്ട കൊലപാതകം നടന്ന സ്ഥലത്ത് പ്രതി തുപ്പിയ ഒരു ചൂയിംഗം അന്വേഷണത്തിൽ നിർണായകമാകുന്ന ഒരു അപൂർവ കേസ് കൂടിയാണിത്. ശിക്ഷ ഉറപ്പാക്കാൻ പ്രോസിക്യൂഷൻ DNAയുടെയും മറ്റ് സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ശിക്ഷ വിധിച്ചത്. കേസിൽ പ്രതിക്ക് ശിക്ഷ വിധിക്കാൻ 5 വർഷം എടുത്തെങ്കിലും പോലീസ് ശേഖരിച്ച കൃത്യമായ ശാസ്ത്രീയ തെളിവുകളാണ് പ്രതിയെ പഴുതുകളില്ലാത്ത വിധം പൂട്ടാൻ സഹായിച്ചതും നിരപരാധികളായ ദമ്പതികളുടെ കൊലപാതകത്തിൽ ഇരട്ട ജീവപര്യന്തം വരെ വാങ്ങി നൽകാൻ സാധിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.